ഹലോ ഗൈസ്, ഇന്നലെ വളരെ ദുഃഖമുള്ള വാർത്ത കേട്ടെ. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞങ്ങളൊരു ദുഃഖ വാർത്ത കേട്ടു. രണ്ടുപേരുടെ ആത്മഹത്യയാണ് ഇപ്പം അടുത്തായിട്ട് ഞങ്ങൾ കണ്ടത്. അതും പക്വതയുള്ള ആണുങ്ങന്മാരുടെ ആത്മഹത്യയാണ്. കാരണം അതിൽ പ്രായം, പ്രശസ്തി, പണം ഇതൊന്നും ഒരു ഭാഗവാക്കാവുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സമ്മർദ്ദം, അത്രമാത്രം സമ്മർദ്ദമാണ് ഞങ്ങൾ അനുഭവിച്ചു പോകുന്നത്. ആണായാലും പെണ്ണായാലും ഇന്നത്തെ കാലത്ത് പലതിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഈ സമയം കടന്നു പോകുന്നുള്ള ചിന്ത മാറി മാറി വരുന്നുണ്ട്. കാരണം ഞങ്ങളെല്ലാം വായിച്ച് പഠിച്ച, ഇപ്പോൾ നെപ്പോളിയനെ കുറിച്ചെല്ലാം ഞങ്ങൾ വായിച്ച് ഞങ്ങൾക്കറിയാം. പിന്നിൽ നിന്ന് പീരങ്കി പൊട്ടുമ്പോഴും കയ്യിൽ കപ്പുമായിട്ടിരിക്കുന്ന, ഒരു കണ്ണുപോലും ചിമ്മിപ്പോവാത്ത അവരൊക്കെയായിരുന്നു ഞങ്ങളുടെ ഹീറോ. അങ്ങനെ ആയിരിക്കണം ആണെന്നായിരുന്നു ഞങ്ങളെല്ലാം വിശ്വസിച്ചത്. ഞാൻ കണ്ട ചില ആണുങ്ങളും ഭയങ്കര എല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്ന ആണുങ്ങളെയായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അത്രമാത്രം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ്. സമ്മർദ്ദം എന്ന് പറയുന്നത്, അപമാനിക്കപ്പെടുക, സമ്മർദ്ദം, ഇതൊക്കെ വരുമ്പം ഇനി എൻ്റെ ലൈഫിലൊന്നുമില്ല എന്നൊരു തോന്നലിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും എന്താണ് ആത്യന്തിക കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആണുങ്ങൾ പല ഇതിലൂടെയും തരണം ചെയ്ത് പോകുന്നുണ്ട്. സ്ട്രെസ്സ് 100% ഏത് സംരംഭത്തിനും സ്ട്രെസ് ഉണ്ടാവാം. അതൊക്കെ പല രീതിയിലും തരണം ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനേക്കാളുപരി ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നു വിശ്വസിക്കുന്ന ഒരാളുടെ ചെറിയൊരു വാക്ക് മതി ഞങ്ങൾ തകർന്നില്ലാതായി പോവാം. അപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എന്താ പറ്റി, ഇവരുടെ രണ്ടാളുടെ കാര്യം എനിക്കറിയില്ല. എന്താണെന്ന് അവരുടെ മാനസികാവസ്ഥ ഏതിലൂടെ കടന്നു പോയെന്ന് അറിയില്ല. എങ്കിലും എനിക്ക് പറയാനുള്ള സഹോദരന്മാരോട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ കൂടെ ഒരാളുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോൾ നീ പോയിക്കോ, ഞാനിതാ പൂട്ടിയിട്ട് പോവാണെന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എടുക്കാതിരിക്കാം. അങ്ങനെയുണ്ടല്ലോ, ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നീ പോയിക്കോ മോനെ, ഞാനിതാ പൂട്ടുന്ന നിൻ്റെ ഞാൻ നീയായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഫ്രണ്ട്സും ഉണ്ടാവാം. അപ്പോൾ ശ്രദ്ധിക്കുക, ആ ഫ്രണ്ട്സ് ആ ഒരു വാക്കിലൂടെ അവർക്കുണ്ടാവും, അവരുടെ മാനസിക നില തകർന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ കൂടെ നിൽക്കുക. ഓക്കെ, എല്ലാ മനുഷ്യരും, ആണായാലും പെണ്ണായാലും, എന്ത് പ്രശ്നമുണ്ട് ഈ സമയം കടന്നു പോകുന്നു. പണ്ട് അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞ പോലെ, ഈ സമയം കടന്നു പോകുന്ന വിശ്വസിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, പേരിലല്ല കോൺഫിഡൻറ്റ് വേണ്ടത്, ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഞങ്ങളുടെ വിശ്വാസത്തിലും ആയിരിക്കും കോൺഫിഡൻറ്റ് വേണ്ടത്. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ ബൈ.